ഹലോ ഫ്രണ്ട്സ്, ഞാൻ സുരേഷ് മാത്യു, കോർപ്പറേറ്റ് ലോയർ. ഇന്ന് നമ്മൾ ട്രേഡ് മാർക്കുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം. അപ്പോൾ ട്രേഡ് മാർക്ക് എന്താണെന്നും അതെങ്ങനെ അപ്ലൈ ചെയ്യുന്നതും ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന അല്ലെങ്കിൽ ഇഷ്ടംപോലെ യൂട്യൂബ് വീഡിയോകളുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു ഓൺലൈനിൽ ഇപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള അവകാശമുണ്ട്, അല്ല അവസരമുണ്ട്. അപ്പോൾ ആർക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യും ചെയ്യും, സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യും. ഇവിടെ നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട കേസ്, ട്രേഡ് മാർക്ക് ആക്ട് 1999 ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ആരെയാണ് എക്സ്പേർട്സ് ആയിട്ട്, പ്രൊഫഷണൽസ് ആയിട്ട് പരിഗണിക്കപ്പെടുന്നത്. ഒന്ന്, രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് ഏജന്റുമാർ. രണ്ട്, പ്രാക്ടീസിങ് ട്രേഡ് മാർക്ക് പ്രാക്ടീസിങ് അഡ്വക്കേറ്റ്സ്. ട്രേഡ് മാർക്ക് പ്രാക്ടീസ് അഡ്വക്കേറ്റ് മാത്രമായിട്ട് ഒന്നുമില്ല, എല്ലാ അഡ്വക്കേറ്റുമാർക്കും ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുക്കുകയും മറ്റു കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മൂന്ന്, കമ്പനി സെക്രട്ടറിമാർ. ഈ മൂന്ന് വ്യക്തികൾക്കാണ് ട്രേഡ് മാർക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പം രജിസ്റ്റർ ചെയ്യുന്ന വേറൊരാളെ പ്രതിനിധീകരിക്കാനും, ഒബ്ജക്ഷൻ വരുമ്പോൾ ഒബ്ജക്ഷൻ്റെ റിപ്ലൈ കൊടുക്കാനും മറ്റേ കൗണ്ടർ കൊടുക്കാനും ഹിയറിങ്ങിന് പോകാനും നിയമപരമായ സാധ്യതയുള്ളൂ. ശ്രദ്ധിക്കുക, മൂന്ന് കാറ്റഗറിയാണ്. ഒന്ന്, രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് ഏജന്റുമാർ. രണ്ട്, പ്രാക്ടീസിങ് അഡ്വക്കേറ്റ്സ്. മൂന്ന്, കമ്പനി സെക്രട്ടറി. അതിനപ്പുറത്ത് ബിസിനസ് കൺസൾട്ടൻസ്, IT പ്രൊഫഷണൽസ് അല്ലെങ്കിൽ IT കമ്പനിക്കാർ, ഇവർക്കൊന്നും കൃത്യമായിട്ടൊരു ക്ലൈന്റിനെ ഒരു ഹിയറിങ്ങോ ഒബ്ജക്ഷനോ ഒക്കെ വരുമ്പോൾ റെപ്രസെന്റ് ചെയ്യാൻ കഴിയില്ല. ഇതാണ് ഇതുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട്. അപ്പം നിങ്ങൾ ഈ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക, അതിനുള്ള നല്ല കാര്യമാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ സമീപിക്കേണ്ടത് ഈ മൂന്ന് കാറ്റഗറിയാണ്. ഇതിൽ ഈ രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് ഏജൻസ് പറയുന്നത് ട്രേഡ് മാർക്ക് രജിസ്ട്രി കാലാകാലങ്ങളിൽ നടത്തുന്ന എക്സാമിനേഷനുകളിൽ അവരുടെ സിലബസ് പഠിച്ച് പാസ്സാവുന്ന വ്യക്തികളാണ്. അത് അവർക്ക് തന്നെ പിന്നെ അവരുടെ ആ ഒരു പരിചയം എന്ന് പറയുന്നത് കുറേ കാലമായിട്ട് അവരിത് ചെയ്ത് അവർക്കൊരു എക്സ്പെർട്ടൈസ് അതിൽ വരുന്നുണ്ട്. രണ്ടാമതായിട്ട് വരുന്നത് വക്കീലന്മാരാണ്, അതായത് പ്രാക്ടീസിങ് അഡ്വക്കേറ്റ്സ്. അവർക്ക് റീസെൻ്റ് ആയിട്ട് ട്രേഡ് മാർക്ക് കൊണ്ടുള്ള വിധികളും കാര്യങ്ങളും, പ്രത്യേകിച്ച് കോടതിയിൽ ഇങ്ങനെ ഹിയറിങ്ങും ഒബ്ജക്ഷനും കൗണ്ടറും എല്ലാം സർവ്വസാധാരണമായതുകൊണ്ട് കുറച്ചുകൂടി പ്രൊഫഷണലായിട്ട് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും. കമ്പനി സെക്രട്ടറിമാർക്കും ഇതേ റൈറ്റുകളുണ്ട്, പക്ഷെ കോടതിയിൽ റെപ്രസെന്റ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. ട്രേഡ് മാർക്കിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട ട്രൈബ്യൂണലുകളിലും അതുപോലെ തന്നെ അവരുടെ ഹിയറിങ്ങിന് റിപ്ലൈ കൊടുക്കാനും ഇങ്ങനെയുള്ള ഇതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങളൊരു കാര്യത്തിന് സമീപിക്കുമ്പോൾ ആരെയാണ് ചുമതലപ്പെടുത്തിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകുക. ഏത് വ്യക്തിയിൽ കൂടിയാണ് പോകുന്നത്. ഇപ്പം നമ്മൾ ഈ പലപ്പോഴും ചാർട്ടേഡ് അക്കൗണ്ട് ഓഫീസിൽ ചെന്ന് നമ്മൾ ട്രേഡ് മാർക്ക് എടുക്കില്ലേ, അത് ട്രേഡ് മാർക്ക് എടുത്തേക്കാം. ഇതാരാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്? ആരാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്? ഒരു ഒബ്ജക്ഷൻ ഹിയറിംഗ് ഒക്കെ വരുമ്പോൾ അത് പിന്നെ നിങ്ങൾക്ക് ഇതൊന്നും അറിയാതെ ഏതോ ഒരു വ്യക്തി വന്ന് ഇതിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ലേ? ഇത് അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനും പ്രൊഫഷണലായിട്ട് നീങ്ങാനുമാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ ദ ടൈം ബീയിങ്, ഗുഡ് ബൈ.